നമുക്കിന്ന് 6ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററിലെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് ഉച്ചൈഹി വദതു, ഉച്ചത്തിൽ പറയൂ. നമ്മുടെ 1ാമത്തെ പിക്ചറിൽ എന്താ ഉള്ളത്? ഓട്ടോറിക്ഷ. ഓട്ടോറിക്ഷയ്ക്ക് എന്താ സംസ്കൃതത്തിൽ പറയുന്നത്? ത്രിചക്രിക. ത്രിചക്രിക. 2ാമത്തെ പിക്ചറിൽ എന്താ ഉള്ളത്? ഷിപ്പിന് എന്താണ് പറയല്? നൗക. അപ്പോൾ ത്രിചക്രിക, നൗക. അടുത്ത വാക്കാണ് അജ. അജ എന്ന് പറഞ്ഞാൽ ഗോട്ട്, ആട്. 2ാമത്തെ വാക്ക് വീണ. അടുത്ത് നോക്കാം, ലേഖനി. ലേഖനി എന്ന് പറഞ്ഞാൽ പെന്ന്. അടുത്ത വാക്ക് മഹിഷി. മഹിഷി എന്ന് പറഞ്ഞാൽ ബൊഫല്ലോ. ലേഖനി പേന, മഹിഷി എരുമ. അടുത്ത് നോക്കാം, വാക്യാനി ഉച്ചൈ വദതു ലിഖതു ച. ഈ വാക്യങ്ങൾ ഉച്ചത്തിൽ പറയൂ, പിന്നോ എഴുതൂ. അപ്പോൾ 1ാമത്തെ വാക്യം നോക്കാം. മാതാമഹി അജാം ആനേതി. മുത്തശ്ശി ആടിനെ കൊണ്ടുവരുന്നു. 2ാമത്തെ വാക്യം നോക്കാം. ശാസ്ത്രജ്ഞാഃ വിക്ഷേപണീം പ്രേക്ഷയന്തി. ശാസ്ത്രജ്ഞന്മാർ വിക്ഷേപണം ചെയ്യുന്നു. റോക്കറ്റൊക്കെ വിക്ഷേപണം ചെയ്യൂലേ, അതാണ്. അടുത്തത് നോക്കാം. ബാലഹ ഡാഷ്. ബ്രാക്കറ്റിൽ നമുക്ക് വീണ എന്ന് കൊടുത്തിട്ടുണ്ട്. ബാലഹ ഡാഷ് വാദേതി. അതെങ്ങനെ എഴുതാം? ബാലഹ വീണ വാദേതി. ബാലഹ ആൺകുട്ടി വീണ വായിക്കുന്നു. അടുത്ത് നോക്കാം. പിതാമഹ ഡാഷ്. നമുക്ക് ബ്രാക്കറ്റിൽ ആകാശവാണി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശൃണോതി. നമുക്കത് എങ്ങനെ എഴുതാം? പിതാമഹ ആകാശവാണി ശൃണോതി. മുത്തശ്ശൻ ആകാശവാണി കേൾക്കുന്നു. പിന്നെ നമുക്ക് കൊടുത്തിരിക്കുന്നത് ആ സുഭാഷിതം ആലപിക്കൂ എന്ന് പറഞ്ഞിട്ടാണ്. നമുക്ക് അടുത്ത് നോക്കാം. ഐക്യമത്യം മഹാബലം ഇത്യാശയമധികൃത്യ ലഘുഭാഷണം കക്ഷായാം അവതാരയതു. ഐക്യമത്യം മഹാബലമാണ് നമ്മൾ പഠിച്ചല്ലോ മുമ്പേ. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു പ്രസംഗം, ഭാഷണം എന്താണ്? പ്രസംഗം ക്ലാസ്സിൽ അവതരിപ്പിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് സൂചനകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പ്രസംഗം നോക്കാം. ആദരണീയാഃ മിത്രാഃ, ഐക്യം മാനവജീവനെ അത്യന്താപേക്ഷിതഃ ധാർമ്മിക ഗുണഃ ഭവതി. ഐക്യം മനുഷ്യ ജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു ധാർമ്മിക ഗുണമാണ്. മനുഷ്യ ജീവിതസ്യ അപി രാഷ്ട്രസ്യ പുരോഗമനായ അത്യന്താപേക്ഷിതം ഭവതി. മനുഷ്യൻ്റെ ജീവിതത്തിനും രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്കും അത്യന്താപേക്ഷിതമാണ്. ഐക്യം വിനാ രാഷ്ട്രഃ ദുർബലഃ ഭവതി. ഐക്യമില്ലെങ്കിൽ രാഷ്ട്രം ദുർബലമായിത്തീരുന്നു. തസ്മാത് തത് രാജ്യം ശിഥിലഃ. അങ്ങനെ ആ രാജ്യം നശിച്ചു പോകുന്നു. ഐക്യം സമൂഹസ്യ ബലം ഭവതി. ഐക്യം സമൂഹത്തിൻ്റെ ബലമാണ്. യത് രാജ്യേ ഐക്യമസ്തി തത് രാജ്യേ സുഖം ശാന്തിശ്ച ഭവിഷ്യതി. ഏതൊരു രാജ്യത്താണോ ഐക്യമുള്ളത് ആ രാജ്യത്ത് സുഖവും ശാന്തിയും ഉണ്ടാകുന്നു. തേന രാഷ്ട്രം ഉന്നതസ്ഥാനെ ഗച്ഛതി. അങ്ങനെയുള്ള ഐക്യമുള്ള ആ രാഷ്ട്രം ഉന്നത സ്ഥാനത്ത് എന്താണ് ഉയരത്തിലേക്ക് എത്തുന്നു. തസ്മാത് ഐക്യഗുണം മാനവജീവനെ അനിവാര്യം ഭവതി. അതുകൊണ്ട് ഐക്യം എന്ന് പറയുന്ന ഗുണം മനുഷ്യ ജീവിതത്തിൽ അത്യാവശ്യമാണ്. തത് അസ്മാകം കൃതി സുഖം ആനന്ദം ശാന്തി ജീവന പുരോഗതി ച ദദാതി. അത് ഐക്യം നമുക്ക് സുഖവും അതുപോലെ സന്തോഷവും ശാന്തിയും ജീവിത പുരോഗതിയുമൊക്കെ നൽകുന്നു. തദൃശം ഐക്യഗുണം അസ്മാകം ഉത്തമജീവനായ ലോകസുഖായ രാഷ്ട്രഹിതായ സർവദാ സംരക്ഷതു. തദൃശം ഐക്യഗുണം. അങ്ങനെയുള്ള ഐക്യഗുണം നമ്മുടെ ഉത്തമ ജീവിതത്തിനു വേണ്ടിയും ലോകസുഖത്തിനു വേണ്ടിയും രാഷ്ട്രത്തിൻ്റെ ഹിതത്തിനു വേണ്ടിയും നല്ലതിനു വേണ്ടിയും എപ്പോഴും സംരക്ഷിക്കൂ. ധന്യവാദഃ. പ്രസംഗത്തിൻ്റെ ലാസ്റ്റ് നമ്മൾ നന്ദിയും പറയുന്നു. അപ്പോൾ നമ്മൾ ഭാഷണം നോക്കി. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത് എന്താണ്? ചിത്രസ്യ ആശയാനുസാരം ഉചിതം സുഭാഷിതം പാഠഭാഗാത് സ്വീകൃത്യ ഉചിതസ്ഥാനെ ലിഖതു.
നമ്മൾ ചിത്രം നോക്കിയിട്ട് ഈ ചിത്രത്തിൻ്റെ വിഷയത്തിന് ഉചിതമായിട്ടുള്ള സുഭാഷിതം, നമ്മൾ മുമ്പ് പഠിച്ച 3 സുഭാഷിതമല്ലേ, അതിൽ ഈ ചിത്രത്തിന് ഏത് സുഭാഷിതമാണോ ഉചിതം എന്ന് പറഞ്ഞാൽ ആ സുഭാഷിതം എടുത്ത് എഴുതൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചിത്രം നോക്കാം. ഒന്നാമത്തെ ചിത്രത്തിൽ 2 കുട്ടികൾ പഠിക്കുന്നു. അപ്പോൾ അവർ അറിവ് നേടുന്നു. അപ്പോൾ അറിവ് നേടുന്നതിനെ പറ്റിയുള്ള ശ്ലോകം ഏതാണ്? നമ്മുടെ സർവരും എല്ലാ കാര്യങ്ങളും അറിയുന്നവരല്ല എന്ന് പറയുന്ന ശ്ലോകം ഏതാണ്? അതെ. അപ്പോൾ നമ്മുടെ ശ്ലോകം നോക്കാം. സർവഃ സർവം ന ജാനാതി സർവജ്ഞോ നാസ്തി കശ്ചന നൈകത്ര പരിനിഷ്ടസ്തി ജ്ഞാനസ്യ പുരുഷോ ക്വചിത്. എല്ലാവരും എല്ലാം അറിയുന്നില്ല. ഈ ശ്ലോകമാണ് അവിടെ ഉചിതമായിട്ടുള്ള ശ്ലോകം. കാരണം എന്താണ്? ആ കുട്ടികൾ അറിവ് നേടുകയാണ്. കാരണം എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയുന്നില്ല. അപ്പോൾ അറിവിനെ നേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ശ്ലോകമാണ് അവിടെ ഉചിതമായിട്ടുള്ളത്. നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത ചിത്രത്തിൽ എന്താണ്? കുറച്ച് ഉറുമ്പുകൾ ഒന്നിച്ച് ചേർന്നിട്ട് ഒരു കമ്പ് അത് എടുത്തുകൊണ്ട് പോവാണ്. അപ്പോൾ ആ ഉറുമ്പുകൾക്ക് അങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നത് എന്താണ്? അവർ ഒന്നിച്ച് നിൽക്കുന്നുണ്ട്. അവരുടെ ആ ഐക്യം കൊണ്ടിട്ടാണ് അവർക്കത് പറ്റുന്നത്. അപ്പോൾ അവിടെ ഉചിതമായിട്ടുള്ള ശ്ലോകമാണ് ഐക്യത്തെക്കുറിച്ച് പറയുന്ന നമ്മുടെ ഒന്നാമത്തെ ശ്ലോകം. ഐക്യം ബലം സമാജസ്യ തദഭാവേ സ ദുർബലഃ തസ്മാദൈക്യം പ്രശംസന്തി ദൃഢം രാഷ്ട്രഹിതൈഷിണഃ. ആ ശ്ലോകമാണ് അവിടെ ഉചിതമായിട്ടുള്ളത്. നമുക്കടുത്ത് നോക്കാം. പദാനാം അർത്ഥലിഖിതു. ഈ പദങ്ങളുടെ അർത്ഥം എഴുതാൻ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പദം ദുർബലഃ. അപ്പോൾ നമുക്ക് ഈ പദങ്ങളുടെ അർത്ഥം നോക്കാം. ദുർബലഃ എന്ന് പറഞ്ഞാൽ എന്താണ്? വീക്ക്, അതായത് ശക്തി കുറഞ്ഞ ആൾ, ബലമില്ലാത്ത ആൾ, ബലഹീനൻ. ഓക്കെ. ഇനി ജാനാതി. ജാനാതി എന്ന് പറഞ്ഞാൽ അറിയുന്നു, നോസ്. ഇനി അടുത്തത് മിത്രം. മിത്രം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്, സുഹൃത്ത്. ഓക്കെ. ഇനി വിശ്വം. വിശ്വം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സ്, വേൾഡ്, ലോകത്തെയാണ് വിശ്വം എന്ന് പറയുന്നത്. ദീഹി എന്ന് പറഞ്ഞാൽ ബുദ്ധി, ഇൻ്റലക്റ്റ്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പഠന പ്രവർത്തനമായിട്ട് വരുന്നത്. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്റർ നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം.